നമസ്കാരം. ഏതൻ ഫിൽക്കിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ പ്രതീക്ഷകളുമായിട്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ കൂലി എന്ന രജനികാന്ത് ചിത്രം എത്തിയത്. ലോകേഷ് കനകരാജ്, രജനികാന്ത് ഈ രണ്ട് ഘടകങ്ങൾ മാത്രം മതിയായിരുന്നു ആ ചിത്രത്തിന് ഹൈപ്പ് കയറാൻ. പ്രത്യേകിച്ചും ലോകേഷ് കനകരാജിന് കേരളത്തിൽ വലിയ രീതിയിലുള്ളൊരു ഫാൻസ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുതന്നെ പടത്തിൻ്റെ ബിൽഡപ്പ് വർദ്ധിപ്പിച്ചു. കൂടാതെ ട്രെയിലറിൻ്റെ ഹൈപ്പ്, പൊതുജന താല്പര്യം എല്ലാം ചേർന്ന് സിനിമയ്ക്ക് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു മലയാളി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നത്. 14 കോടി രൂപയോളം നൽകി H&M എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേരളത്തിലെ തിയേറ്ററുകൾക്കുള്ള അവകാശങ്ങൾ സ്വന്തമാക്കിയിരുന്നത്. ഇത്രയും വലിയൊരു സംഖ്യ ആവണമെങ്കിൽ പോലും ഏകദേശം 40-45 കോടി രൂപയെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും എന്നാണ് ട്രാക്കർമാർ പറയുന്നത്. വീക്കെൻഡ് ഉൾപ്പെടെ തുടർച്ചയായി 4 ദിവസം അവധി ദിനമായിരുന്നു എന്നതും അനുകൂല ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ രജനികാന്ത് ചിത്രം നേടിയത് 9,75 ലക്ഷം രൂപയായിരുന്നു. പ്രതീക്ഷയുള്ള ഒരു നിലവാരമായിരുന്നു അത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇന്ന് ഞായറാഴ്ച 17-ാം തീയതി ക്രോസ് ചെയ്യുമ്പോൾ 4 ദിവസത്തെ കേരള ഗ്രോസായി കൂലി കേരള തിയേറ്ററിൽ നിന്ന് നേടിയത് വെറും 20 കോടിയാണ്. കേൾക്കുമ്പോൾ കളക്ഷനായി തോന്നിയേക്കാം, പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കളക്ഷനല്ല. 17/8/2025 ഞായറാഴ്ച ദിവസമായിട്ട് പോലും കേരളത്തിൽ നിന്ന് ഈ സിനിമ ഞായറാഴ്ച നേടിയത് വെറും 1,30 ലക്ഷം രൂപ മാത്രമാണ്. 18/7/2025 അതായത് നാളെ തിങ്കളാഴ്ച മുതൽ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ കളക്ഷൻ ഏകദേശം 50% മുതൽ 60% വരെ ഇടിയാനുള്ള സാധ്യതകളുമുണ്ട്. എല്ലാം പരിഗണിക്കുകയാണെങ്കിൽ കൂലി എന്ന സിനിമ കേരളത്തിൽ ലോകേഷ് കനകരാജിൻ്റെ ആദ്യത്തെ പരാജയ ചിത്രമായിരിക്കും എന്നാണ് ട്രാക്കർമാർ പറയുന്നത്. വലിയ പ്രതീക്ഷകളോടെ വന്നൊരു സിനിമ, വളരെ മികച്ച ഒരു തുടക്കം. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷയുടെ അമിതഭാരം മലയാളി പ്രേക്ഷകരെ ഏതെങ്കിലും വിധം സ്വാധീനിച്ചുവോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.